കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴത്തെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അന്ന് ശരിക്കും എഞ്ചിനീയറിംഗ് കോളേജ് 4-5 ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ അവിടുത്തെ ഒരു ചടങ്ങാണെന്ന് റാഗിങ്. ഞാനങ്ങനെ പോയി ചേർന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ അപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കാനൊരു മടി ഈ റാഗിങ് മേടിച്ചിട്ട്. അങ്ങനെയാണ് ഞാനും അമ്മാവനും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയ ഒരു ലോഡ്ജിലായിരുന്നു, സിലോൺ ലോഡ്ജ് എന്ന് പറയുന്ന ലോഡ്ജിലായിരുന്നു താമസിക്കുന്നത്, തൃശ്ശൂർ. അപ്പം അവിടെ താമസിക്കുന്നത്തെ അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പുള്ളി ഒരു സാഹിത്യവും മറ്റ് പലതരം ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരുന്നു കൂടുതലും കാണാൻ വരുന്നത് അന്നേ. പിന്നെ ധാരാളം വായിക്കുമായിരുന്നു പുള്ളി. അമ്മാവൻ എപ്പോഴും കയ്യിൽ പുസ്തകം കാണും. അതിങ്ങനെ കൂടുതൽ ഈ കഥകളും നോവലുകളുമാണ് പുള്ളി വായിക്കുന്നത്. പിന്നെ അല്ലാത്തതും ഏതാനും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് കൂടുതലും പക്ഷേ നോവലുകൾ, കഥകൾ, അന്നത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ എല്ലാ പുസ്തകങ്ങളും പുള്ളിയുടെ കയ്യിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ വായനയിലേക്ക് കുറച്ചെടുക്കാൻ കാരണം. ഇത് കണ്ടിട്ട് ആ പുസ്തകം കാണും എപ്പോഴും മുറിയിൽ. അങ്ങനെയാണ് വായനയിലേക്ക് വന്നത് കുറേയൊക്കെ. പിന്നെ ഈ പറഞ്ഞ ഒരുപാട് പരിചയക്കാരുണ്ട്. ഈ നിങ്ങൾ പറയുന്ന പോലെ ഈ ഉണ്ണിമേനോന് സ്ഥിരം ഒരാളായിരുന്നു. പുള്ളിയുടെ വീട് അവിടെ തൃശ്ശൂർ പടിഞ്ഞാറ് നടക്കാവിലായിരുന്നു. പടിഞ്ഞാറ് നടക്കാവിൽ കുറച്ച് അയ്യന്തോളം എന്ന് മറ്റൊരു സ്ഥലത്തിൻ്റെ പേര്. അവിടെ ആയിരുന്നു പുള്ളിയുടെ വീടെന്ന് എൻ്റെ ഓർമ്മ. പുള്ളി ഈ പറഞ്ഞാൽ സ്ഥിരമായിട്ട് വരുന്ന ആളായിരുന്നു. പിന്നെ ഈ തോർത്തിൻ്റെ കാര്യം, ഞങ്ങൾ താമസിച്ചത് മുറി ഒരു 2 മുറി ഒന്നിച്ചുള്ളൊരു മുറിയായിരുന്നു. ഒരു മുറിയിൽ കൂടെ കയറി അടുത്ത മുറിയിലേക്ക് പോകുക, അങ്ങനെ ഒരു മുറിയായിരുന്നു. എൻ്റേത് അകത്തെ മുറിയും അമ്മാവൻ താമസിച്ചിരുന്ന മുൻവശത്തെ മുറിയും. അപ്പോൾ അവിടെ ഈ തോർത്ത് കൊണ്ടിരുന്ന കഥയൊക്കെ ഉള്ളത് തന്നെ. അയാൾ സ്ഥിരമായിട്ട് അമ്പലത്തിൽ രാവിലെ വരുമ്പോൾ ഈ തോർത്തുമ്പോൾ ഹോസ്റ്റോട്ടൊക്കെയാണ് പോകുന്നത്. അത് തിരിച്ച് വരുന്നുള്ളതിൽ ഷർട്ട് വീട്ടിലേക്കാണ് പോകുന്നത്. തിരിച്ച് വരുന്നുള്ളതിൽ മുറി കൊണ്ടുവന്ന് ഈ തോർത്ത് വളയ്ക്കാൻ വിട്ടേച്ച് ഷർട്ട് വിട്ടുകൊണ്ട് പോകും. അങ്ങനെയായിരുന്നു പുള്ളിയുടെ ഒരു ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു ക്യാരക്ടറായിരുന്നു. എല്ലാവരുമായി തമാശ പോലെ ജീവിതം തന്നെ അങ്ങനെ എടുത്തിരുന്ന ഒരാളാണ്. ആ തോർത്തിൻ്റെ കഥ ശരിക്കും ഉണ്ടായിരുന്നതിനാണ് ഞാൻ കണ്ടിട്ടുമുണ്ട്. തോർത്ത നടക്കുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പുള്ളിയുടെ വേറൊരു അടുത്ത കൂട്ടുകാരനായിരുന്നു, ഒരു കഥാകൃത്തുണ്ടായിരുന്നു, ജയനാരായണൻ എന്ന് പറഞ്ഞിട്ട്. അയാൾ പിന്നെ സിവിൽ സപ്ലൈസിലോ കളക്ടറേറ്റിലോ ഇവിടെ ഒരു ക്ലാർക്കായിരുന്നു. പക്ഷേ അയാൾ പുള്ളിയായിട്ട് വളരെ അടുപ്പമുള്ളൊരു മനുഷ്യനായിരുന്നു. എല്ലാ ദിവസവും മിക്കവാറും വൈകുന്നേരത്തെ അയാൾ ഇതിനെ കാണാൻ വരുമായിരുന്നു അമ്മാനെ. കഥകൾ എഴുതുന്ന ഒരാളായിരുന്നു ജയനാരായണൻ. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയാം. മിക്കവാറും വായിക്കുന്നവർക്ക് ഓർമ്മ കാണും. ജയനാരായണൻ നല്ല കഥകൾ എഴുതുന്ന ഒരു ആളായിരുന്നു. അയാൾ വയനാട്ടിലോ കൽപ്പറ്റയോ അവിടെ ആ ഭാഗത്തോടെയുള്ള ഒരാളായിരുന്നു ജയനാരായണൻ. പക്ഷേ ഒരുപാട് പിന്നെ കൂടെ പ്രശസ്തനായിട്ടൊന്നും വന്നില്ല. പുള്ളിയുടെ ഏതോ ഒരു ഇല്ല, എനിക്കങ്ങോട്ട് വ്യക്തമായിട്ട് ഓർമ്മ വരുന്നില്ല പുള്ളിയുടെ കഥകളുടെ പേരുകളൊന്നും. പക്ഷെ നല്ല കഥകളായിരുന്നു മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ കോളേജിലെ അനുഭവങ്ങളിൽ റാഗിങ്ങിൻ്റെ ഒരു അനുഭവമുണ്ട് എനിക്ക്. എന്നെ എൻ്റെ രക്ഷകനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ റാഗിങ് വന്ന് എന്നെ അവിടെ എൻ്റെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ആളന്ന് സ്ഥിരമായി കുഞ്ഞിനെ കൂടെ റാഗ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം പോലെ അയാളവിടെ പിന്നെ എന്നെ റാഗ് ചെയ്തു. ഒരു റാഗ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് പറഞ്ഞ ആളിൽ ചിരിക്കും. ഈ അവിടെ കോമൺ ടോയ്ലറ്റുണ്ട് വാഹനങ്ങളെ. ആ ടോയ്ലറ്റിനകത്ത് ഭിത്തിയിൽ ഒരു ചുണ്ടിൻ്റെ പടം വരച്ചിട്ട് മുകളിൽ. എന്നിട്ട് എന്നോട് പറഞ്ഞ് മുമ്പ് വെക്കാൻ പറഞ്ഞു. ഞാൻ എന്നെക്കാളിൽ മുകളിലാണ് പൊക്കത്തിൽ അയച്ചത്. അപ്പോൾ ഞാനെങ്ങനെ അതിൽ മുമ്പ് വെക്കുന്നില്ല, നിങ്ങൾ ഹൈറ്റിലുണ്ട്. അതാണ് ചാടി മുമ്പ് വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ആൾക്കാർ ഒത്തിരി ഉണ്ടോ, ഇവനും ഉണ്ടോ? ഇപ്പോൾ പ്രധാനമായിട്ട് ഒരാളായിരുന്നു ചോദിച്ചത്. എന്നോട് ഞാൻ ചാടി ഇങ്ങോട്ട് അയാൾ തല പിടിച്ച് ഇതിലോട്ട് ഇത് ചെയ്തു. എൻ്റെ മൂക്കും ചുണ്ടും എല്ലാം കൂടെ മുറിഞ്ഞ് ഉരഞ്ഞേ. ഞാൻ ഇറങ്ങി അങ്ങോട്ട് ആ ഒരു ദേഷ്യത്തിൽ ഒന്നും ആലോചിച്ചില്ല. അവൻ്റെ കർണക്കുറ്റി നോക്കി ഒരു അടി കൊടുത്തു. ഒറ്റൊരു അടി കൊടുത്തു. അടി കൊണ്ടത് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അടി കൊള്ളുമെന്ന്. പിന്നെ അവിടെ നിന്നാൽ എനിക്ക് തല്ലുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓടി അവിടുന്ന് കുളിവിൽ തുടങ്ങി ഓടിയ രാമവർമ്മപുരം ജംഗ്ഷനിൽ വന്നപ്പോഴത്തേക്ക് പുറകെ ഇവർ കുറേ പേര് ആ രാമവർമ്മപുരം ജംഗ്ഷനിൽ ഒരു കടക്കാരനായിരുന്നു. അയാൾ എനിക്ക് ഇപ്പോഴും അതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല, ഒരു മാടക്കടക്കാരൻ. അപ്പോൾ ഞാൻ ഓടി വന്ന് അയാളടുത്ത് പറഞ്ഞ് ഞാൻ എന്നിങ്ങനെ പുറകെ ആൾക്കാർ വരുന്നുണ്ട്, ഞാൻ അവിടെ തന്നെ അടിച്ച ചോടിയേക്കുക, ഒരു നിവൃത്തിയില്ല, എനിക്ക് അവിടെ നിൽക്കാൻ നിവൃത്തിയില്ല. പിന്നെ അയാൾ പറഞ്ഞ പേടിക്കണ്ട, ഞാൻ നോക്കാം, എവിടെ വീടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട് മുതുകുളത്താണ്. മുതുകുളത്ത് എവിടെ? അപ്പോൾ അയാൾക്ക് മുതുകുളം പരിചയമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീടിനേക്ക് പറഞ്ഞു. വളരെ ആക്സിഡൻ്റലായിട്ടാണ്
പറഞ്ഞപ്പോൾ അയാൾക്ക് എൻ്റെ വീട് വരെ അറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞു വരട്ടെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുറകെ ഒരു ഓടി വന്നപ്പോൾ അയാൾ പറഞ്ഞു ഒരെണ്ണം ഈ കട അടുത്ത് പോയിട്ട് ഞാൻ നിന്നെയൊക്കെ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുമെന്ന്. ഇവിടെ ഒന്നും ചെയ്തില്ല, തിരിച്ചു പോയി. പക്ഷേ തിരിച്ചു പോയെങ്കിൽ പിന്നീട് എനിക്ക് കോളേജിലേക്ക് പോകാൻ മടിയായിരുന്നു. പിറ്റേ ദിവസമൊക്കെ വീട്ടിൽ പോകണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ 1-2 ദിവസം കോളേജിൽ പോവാതൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ അവിടെ അടുത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, പടിഞ്ഞാറേക്കോട്ടത്തിനുള്ളതാണ്. അയാളിപ്പം മരിച്ചുപോയി, ഗോപി എന്ന് പറഞ്ഞിട്ട്. അയാളുടെ പേരെങ്ങനെയായിരുന്നു, ഗോപി. കോളേജ് പഠിക്കുക ഫസ്റ്റ് ഇയർ തന്നെ ചേർന്ന ആളാണ്. അപ്പോൾ ഗോപി വന്ന് പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി, അതുകൊണ്ടാണ് ഈ പോകാതിരിക്കുന്നത് 2 ദിവസം കഴിഞ്ഞ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് സാരമില്ല, ഞാൻ ഡീൽ ചെയ്തോളാമെന്ന് പറഞ്ഞു. എന്നാൽ അതൊരു വലിയ അനുഭവമായിരുന്നു. അന്ന് തൃശ്ശൂരുണ്ടായിരുന്ന പിന്നെ ഒരു പുള്ളിയുടെ ചില കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. എക്സ്പ്രസ് ജോർജ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് എക്സ്പ്രസ് മോട്ടോഴ്സ് പറഞ്ഞൊരു പിന്നെ ഈ ബസ് സർവീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഓണറുണ്ട്, എക്സ്പ്രസ് ജോർജ് എന്ന് പറഞ്ഞിട്ട്. അയാളുടെ ക്യാരക്ടറാണ് ഈ ലോറി എടുത്തുകൊണ്ട് പോകുന്നൊക്കെ ഈ സിനിമയ്ക്കകത്തിലൊക്കെ കാണിച്ചിട്ടില്ലേ. എന്തായാലും എൻ്റെ സിനിമയുടെ പേര് നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. അതിൽ ഈ ജോർജിൻ്റെ ഒരു സ്വഭാവമായിരുന്നത്. പുള്ളി ലോറിയും കൊണ്ടുപോയി സിനിമ കോട്ടയ്ക്കകത്തിൽ കൊണ്ട് ലോറി പാർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ജോർജും പിന്നെ വേറെ രത്നസിംഗ് എന്നും പറഞ്ഞ് ഒരു ഈ വാസ് ആൾസോ ബസ് ഓണർ. SB മോട്ടോഴ്സ് എന്നും അങ്ങനെ ഉണ്ടായിരുന്നു അയാളുടെ ബസ്സിൻ്റെ പേര്. അയാളുടെ അഡ്വക്കേറ്റും ആയിരുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ ജോർജും ഇങ്ങനെ ഇവരൊക്കെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു. അന്ന് പറഞ്ഞു അവർ സിറ്റി വരുമല്ലോ ഈ പിള്ളേരൊക്കെ. അപ്പോൾ അന്നേരം നിങ്ങളെ ആളുകൾ വരട്ടെ, അവിടുത്തെ പ്രധാന ആൾക്കാരെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഡീൽ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു വന്നപ്പോൾ അത് മാവനും ഉണ്ട്, എല്ലാവരും പറഞ്ഞു എല്ലാവരും ഉപദ്രവിക്കരുത്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിറ്റിക്കകത്തിനൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വരട്ടി. അവസാനം എന്തായാലും എനിക്ക് ശല്യമില്ലായിരുന്നു പിന്നീട് വലുതായിട്ട്. അന്നൊരു എന്താ പറയണ്ടേ, എന്നെ ഒരു അന്ന് മുതലേ അപ്പം അങ്ങനെയാണ് ഈ ഇത് മേടിച്ചിട്ടാണ് ഞാൻ ലോഡ്ജിൽ താമസിച്ചത് തന്നെ. ഒന്ന് ഹോസ്റ്റൽ ഈ ലോഡ്ജിലായിരുന്നല്ലോ താമസിച്ചിരുന്നത്. അവിടെ പിന്നീട് വരുന്ന സ്ഥിര ആളുകളിലൊന്ന് ജയനാരായൺ, പിന്നെ ഉണ്ണിമേനോൻ, പിന്നെ കുറേ പേരുണ്ട്. അന്ന് ഉള്ളവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ എസ്തറ്റിക് ടാലൻറ്റുകളുള്ള കലാപരമായ കഴിവുള്ളവരായിരുന്നു. ശ്രീകുമാരൻ നമ്പൂതിരി എന്ന് മറ്റായിരുന്നു നമ്പൂരി ഉണ്ടായിരുന്നു. പുള്ളി നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഓരോ കുറേ ആളുകൾ ഉണ്ടായിരുന്നു, കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അതാണ് അവിടുത്തെ ഒരു ഓർമ്മ. പിന്നെ ചെറുകഥകളുടെ കാര്യം പറയുകയാണെങ്കിൽ ചെറുകഥകൾ നല്ല കഥകൾ കൂടുതലും ബേസിക്കായിട്ട് എല്ലാ കഥകളും ആ വീടും അതിൻ്റെ പരിസരത്തുള്ള ആളുകളും അതിൻ്റെ പരിസരവും തന്നെയായിരുന്നു കഥകളുടെ ഒരു എൻവയോൺമെൻറ്റ്. ആളുകളും അവിടെയൊക്കെ തന്നെയുള്ള ആളുകളായിരുന്നു എല്ലാവരും. മിക്കവാറും പല കഥകളിലും എല്ലാം ഉണ്ടായിട്ടുള്ളത് എല്ലാ വീടുമായിട്ട് ചുറ്റിപ്പറ്റിയാണ്, ഞങ്ങളുടെ കുടുംബമായിട്ട് ചുറ്റിപ്പറ്റിയാണ്. ആ വീടും അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് പല കഥകൾ എഴുതിയിട്ടുള്ളത് ആ ചുറ്റുപാടിൽ നിന്ന് തന്നെ. ചൂണ്ടൽ എന്ന് പറയുന്ന കഥ എഴുതിയത് ശരിക്കും ഞങ്ങളുടെ വീടിൻ്റെ കിഴക്കേപ്പുറത്തൊരു കുളമുണ്ട്. ആ കുളമാണ് അതിനെ ബേസ് ചെയ്ത് എഴുതിയേക്കുന്നത്. ആ ചൂണ്ടൽ എന്ന് പറയുന്ന കഥയിൽ ആ കുളത്തിന് ചുറ്റുമുള്ള കാര്യങ്ങളും അവിടെ നിന്നാണ് ഈ വാർപ്പും കുഞ്ഞുങ്ങൾ വരുന്നതും ആ ചൂണ്ടലിൻ്റെ. അത് ശരിക്കും പുള്ളി ചെയ്യുന്ന കാര്യം തന്നെ. ഞങ്ങളൊക്കെ ചൂണ്ടയിടുമായിരുന്നു. അവിടുന്ന് പുള്ളിയുടെ മനസ്സിലേക്ക് വന്നൊരു ഇമേജസാണ് ആ ചൂണ്ടൽ എന്ന് പറഞ്ഞ കഥ വന്നത്. പിന്നെ അങ്ങനെ പുള്ളി വോട്ടിച്ചതാ മറ്റേ എന്തെന്നൊക്കെ പറഞ്ഞത് എന്തോന്ന് ഇയാളുടെ ഹെമിംഗ്വേയുടെ ഏതോ ഒരു നോവല്, ഇതല്ല ഇത് കിട്ടിയ നോവലുണ്ടല്ലോ ഓൾഡ് മാൻ ആൻഡ് സീ, അതിൽ നിന്നാണ് ഇതെടുത്തതെന്നൊക്കെ പറയാം. അതൊന്നുമല്ല. അതുപോലെ പുള്ളി വേറെ താരതമ്യം വന്നിട്ടുണ്ട്. വേറൊരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. സമ്മർ ഓഫ് 48 എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നല്ലോ പണ്ട് ഇറങ്ങിയ. സമ്മർ ഓഫ് 48 എന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാനും കണ്ടതാണ് പണ്ടത്. ആ പടത്തിൽ നിന്നാണ് പുള്ളി രവിനിർവേദം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. ശരിക്കും രവിനിർവേദം എഴുതി എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പടം വരുന്നത്. ഇവിടെ പടം കണ്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല രവിനിർവേദത്തിന്. ഞങ്ങളുടെ ആ പറമ്പിൻ്റെ മൂലയ്ക്കൊരു കാവും പിന്നെ ഒരു ഇതും ഉണ്ടായിരുന്നു, ഈ എന്തൊരു കാവ്, സർപ്പക്കാവ് ഉണ്ടായിരുന്നു. ആ സർപ്പക്കാവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ രവിനിർവേദം എന്ന് പറയുന്ന നോവൽ ഇമാജിനേഷനാണ്. പക്ഷെ അത് വന്നത് അങ്ങനെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, അല്ലാതെ സമ്മർ ഓഫ് 42 കണ്ടിട്ടൊന്നുമല്ല. അതൊക്കെ ഇവരുടെ പിന്നീട് വന്ന ചിലപ്പോഴെടുത്താണ്. പിന്നെ കഥകൾ മിക്കവാറും എല്ലാം അവിടെ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളത്. പ്രധാന കഥകൾ ശൂർപ്പണഖ എന്ന് പറയുന്ന കഥയാണെന്ന് നമ്മുടെ അടുത്ത ആ വീട്ടിൽ പിന്നെ പെരുമാറിക്കൊണ്ടിരുന്ന ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ കഥ തന്നെ അത്. ആ കഥ ശൂർപ്പണഖ എന്ന് പറയുന്ന കഥ. അതുപോലെ വേറെ ഏതൊക്കെ എല്ലാ കഥകളും അതെ, മിക്കവാറും എല്ലാം അതെ. ഈ കള്ളം പവിത്രനുണ്ടായ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ
സിനിമ ഉണ്ടായിരുന്നു. ദുർലഭം സിനിമയായി, അത് നോവലായിരുന്നു. അത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഒരു കഥ വന്നൊരു സംഭവമാണ്. അതിലെ ആ മില്ലും ഇതും എല്ലാം പുള്ളി ആ തൊട്ടാൽപക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതെല്ലാം അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്തെടുത്തതാണ്. അത് പിന്നീടാണ് ഈ കാലങ്ങൾക്ക് ശേഷം എഴുതുന്നതെന്നുള്ളതേ ഉള്ളൂ. കൊച്ചിനെ പോലെ കണ്ട കാര്യങ്ങൾ തന്നെ അത് പിന്നെ അതെല്ലാ എഴുത്തുകാരുടെയും അങ്ങനെ തന്നെ. വലിയ എഴുത്തുകാരുടെ എല്ലാ എഴുത്തുകാരുടെയും അവരുടെ ചുറ്റുപാടുകൾ തന്നെ ആയിരിക്കും വരുന്നത്, പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉള്ളത്. പിന്നെ കഥകൾ എഴുതുന്ന കൂട്ടത്തിന് ചെറുപ്പത്തിലെ അദ്ദേഹം കഥകളൊന്നും എഴുതാറുണ്ടായിരുന്നില്ല, പക്ഷേ പറയാറുണ്ടായിരുന്നു. ഒരുപാട് കഥകൾ പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ ഞങ്ങളുടെ ഒരു പ്രധാന പരിപാടിയായിരുന്നു സിനിമ കാണൽ. സിനിമ ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയ, അന്ന് കൊട്ടക എന്നാണ് പറയുന്നത്, തിയേറ്ററല്ല, ഓല ഒക്കെ പറഞ്ഞുണ്ടാക്കിയ ഒരു കൊട്ടക എന്ന് പറയുന്ന സാധനമാണ്. അത് ഞങ്ങളുടെ ഒരു അമ്മമ്മയുടെ തന്നെ ആയിരുന്നു കൊട്ടക. ആ അമ്മമ്മയ്ക്കും ഈ പറഞ്ഞ കലയുമായിട്ട് വളരെ ബന്ധമുള്ള അമ്മയായിരുന്നു. അവരും ഈ പറഞ്ഞ പോലെ ശാസ്ത്രീയ സംഗീതവും കർണാടിക് മ്യൂസിക്കുമായിട്ട് വളരെ ബന്ധപ്പെട്ട ആളുകളായിരുന്നു ആ അമ്മമ്മയും. അപ്പോൾ അങ്ങനെ അവരാണ് ഈ സിനിമാ കൊട്ട ആദ്യം അവിടെ കൊണ്ടുവരുന്നത്. ആ അമ്മമ്മയുടെ ആയിരുന്നു തിയേറ്റർ, ഈ അവിടെ ഉണ്ടായിരുന്ന തിയേറ്റർ. അപ്പോൾ അവിടെ ഞങ്ങൾ കൊച്ചിലെ മുതൽ സിനിമ കാണാൻ പോകും. ചെറുപ്പത്തിലെ മുതൽ സിനിമ കാണും, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സിനിമ കാണാൻ പോകും. അപ്പോൾ അങ്ങനെ കണ്ടിരുന്ന ഒരു കാലത്ത്, സിനിമ കണ്ടിരുന്ന കാലത്ത് എനിക്കും അന്ന് പിന്നെ ഇവരാരും അത്ര പോപ്പുലറല്ല. നമ്മുടെ നടന്മാർ സത്യൻ, മറ്റേ പ്രേം നസീർ വരുന്ന അത്ര പോപ്പുലർ. അന്ന് പോപ്പുലർ നടന്മാരെന്ന് പറഞ്ഞ തമിഴ് സിനിമക്കാരാണ്. പ്രത്യേകിച്ചും രണ്ട് ഗണേശന്മാർ, ശിവാജി ഗണേശനും ഒരു ജമിനി ഗണേശനും, ആർ ഗണേഷൻ എന്ന് പറയും, ജമിനി ഗണേശൻ. ഇവർ രണ്ടുപേരും ആണത്തെ നമ്മുടെ മലയാളത്തിലെ ആളുകളുടെ നടന്മാരും അവർ തന്നെ. അപ്പം അങ്ങനെ ഈ ശിവാജി ഗണേശന് ഞങ്ങളുടെ ഈ പിള്ളേർ സെറ്റിലെ എല്ലാവരും ജമിനി ഗണേശൻ്റെ ആൾക്കാരാണ്. പെൺപിള്ളേർ മുഴുവൻ ജമിനി ഗണേശൻ, ആർ ഗണേശൻ കണ്ട നല്ല തന്നെ അയാൾ ആർ ഗണേഷ്. അപ്പോൾ അയാളുടെ ആൾക്കാരാണ്. പെൺകുട്ടികൾ മുഴുവൻ, പെൺകുട്ടികൾ എല്ലാവരും അതെ. ആകെപ്പാടെ പെൺകുട്ടികളും ആൺകുട്ടികളും ആകെ 2 പേരേ ഉള്ളായിരുന്നു ശിവാജി ഗണേശൻ്റെ ആരാധകർ. ശിവാജി ഗണേശനെ പറ്റി, ശിവാജി ഗണേശൻ നടൻ എന്നുള്ള രീതിയിൽ ശിവാജി ഗണേശൻ ഭയങ്കരനാണ്, അങ്ങനെ അവർ ഇങ്ങനെ ഈ രീതിയിൽ അവർക്ക് വേണ്ടി വാദിക്കുന്നത് 2 പേരാണ്. ഒന്ന് രായമാനും, രണ്ടാമത് ഞാനുമായിരുന്നു. സെൻസിബിലിറ്റിയുടെ ഒരു ചേർച്ചയുണ്ട്, അന്നേയുണ്ട്. ഈ 2 ശിവാജി ഗണേശന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ ഞങ്ങളുണ്ട്, ബാക്കി എല്ലാവരും ജമിനി ഗണേശൻ്റെ ആൾക്കാർ. പക്ഷേ അത് അവിടെ മുതലേ സിനിമയായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് തുടങ്ങുന്നുണ്ട്. അമ്മാവന് വളരെയധികം അതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് മുതലേ പുള്ളി ഈ സിനിമയായിട്ടുള്ള ബന്ധം തുടങ്ങിയത്, കൊച്ചിലെ പോലെ തന്നെ. അതുപോലെ പുള്ളിക്ക് വേറൊരു കഴിവ് ഞാൻ കണ്ടിട്ടുള്ളത്, ധാരാളം വായിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഈ മാതൃഭൂമി ആഴ്ചപ്പതിനകത്തിൽ ഹിപ്നോട്ടിസത്തെ പറ്റി ഒരു ഇത് വന്നിരുന്നു, ഒരു തുടർച്ചയായിട്ട് ഒരു പങ്ക്തി വന്നിരുന്നു ഹിപ്നോട്ടിസത്തെ പറ്റി. അപ്പോൾ രായമേനോ അത് വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് അവസാനം ഒരു ദിവസം ഞങ്ങൾ നമുക്കൊന്ന് ഇതൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ പയ്യന് 9ലോ കണ്ട് പഠിക്കാമെന്ന്, ഞാൻ 6ലോ, പുള്ളി 7ലോ 8ലോ, അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് 9ലോ 10ലോ പഠിക്കും. നമുക്കത് ശ്രമിച്ച് നോക്കാമെന്നുള്ളത് ഹിപ്നോട്ടിസം. അത് വായിച്ചുള്ള എന്നുള്ളത് ഇത് വെച്ചുകൊണ്ട് പുള്ളി ഒരു ഹിപ്നോട്ടിസം ശ്രമിച്ചു. അതായത് പുള്ളിയുടെ അനിയത്തി, ഇപ്പോൾ പ്രഭ എന്ന് പറഞ്ഞ ഏറ്റവും ഇളയ അനിയത്തിയെ പിടിച്ച് കട്ടിലെ വലതി കിടത്തിക്കൊണ്ട് നീ ഇവിടെ കിടക്കെന്ന് പറഞ്ഞ് അവിടെ കിടത്തിയിട്ട് പുള്ളി അവിടെ നിന്ന് ഈ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സജഷൻസ് കൊടുത്തു. ഉറങ്ങുകയാണെന്ന് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാൻ അവളെ ഉറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞാൽ പുള്ളി എന്തായാലും കോൺഫിഡൻ്റായിട്ട് മുഴുവൻ വായിച്ചിരുന്നു ആ ലേഖനം. എന്നിട്ട് എന്താ ഞാനിത് പറയുമ്പം 1 2 3 4 എന്ന് പറയുമ്പോൾ നീ ഉണരും എന്ന് പറഞ്ഞിട്ട് എന്തായാലും പുള്ളി പറഞ്ഞു, അത് ഉണരുകയും ചെയ്തു. പക്ഷേ അത് ഞങ്ങളൊക്കെ അത് ശരിക്കും ഭയന്നു പോയി. കാരണം അവൾക്കും അറിയാമായിരുന്നു എന്താ ഉറങ്ങി പോകുന്നതെന്ന് പറഞ്ഞിട്ടേ. അത് ശരിക്കും ഒരു വല്ലാത്ത അനുഭവമായിരുന്നു ചെറുപ്പത്തിലുണ്ടായത്. പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവമായിരുന്നു, വല്ലാത്ത അനുഭവമായിരുന്നു. അതൊരു ഇതാണ്. അത് പറഞ്ഞില്ലേ, ഈ കണ്ണിൻ്റെ പ്രത്യേക ശക്തി ഉണ്ടായിരുന്ന മനുഷ്യന്. സത്യം അത്. ഈ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഭയങ്കരമായിരുന്നു കണ്ണിൻ്റെ. അതുമാതിരി മയങ്ങി കണ്ടിട്ടില്ലയോ, ഭയങ്കര അട്രാക്റ്റ് ചെയ്യാനുള്ള നല്ല കഴിവായിരുന്നു. ആളുകളെ പിടിച്ച് സ്വന്തമാക്കുമായിരുന്നു. ഇങ്ങനെ നോക്കി അങ്ങോട്ട് അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു പുള്ളിയുടെ കണ്ണിന്. അപ്പോൾ അതൊരു പ്രത്യേകതയായിരുന്നു. അമ്മ മുതലാണ് സംഗീതം. അമ്മ മുതൽ
സംഗീതം, അമ്മയ്ക്ക് ഈ വയലിനെന്നല്ല ഫിഡിലെന്ന് പറയുന്ന ഒന്ന്, ഫിഡിൽ വായിക്കാൻ അറിയാമായിരുന്നു, ഹാർമോണിയം വായിക്കുമായിരുന്നു, കർണാടക സംഗീതം പാടുമായിരുന്നു, ശാസ്ത്രീയ സംഗീതം പഠിച്ചതാണ്. അത് 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 പഠിപ്പിച്ചത് ആരാണെന്നതിനെ പറ്റി എനിക്ക് ഒരു ഏകദേശ ഊഹമുണ്ട്. പാലക്കാട്ടുള്ളൊരു ഒരു 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 ബ്രാഹ്മൺ പയ്യനാണ് പഠിപ്പിച്ചത്, അമ്മയെ സംഗീതം പഠിപ്പിച്ചത്. ആരാണെന്ന് എനിക്കറിയാം, ചിലപ്പോൾ ഒരു വളരെ പ്രശസ്തനായ സംഗീതജ്ഞനായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു. അദ്ദേഹമാണ് പഠിപ്പിച്ചത്, ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ അന്ന് അവിടെ വീട്ടിൽ വന്ന് താമസിച്ച് അമ്മൂമ്മയെ പഠിപ്പിക്കാനായിട്ട് വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട് അദ്ദേഹം. അപ്പോൾ അന്ന് ഈ പഴയ കാലമല്ലേ, അപ്പോൾ ഇനി തൊട്ട് കൂടായികയൊക്കെ ഉള്ളത് ഈ നമ്മളൊക്കെ കുറഞ്ഞ ജാതിക്കാരാണ്, നായന്മാരാണ്. അപ്പോൾ ഈ ബ്രാഹ്മണന്മാർക്ക് ഞങ്ങളുമായിട്ട് ഭക്ഷണം ഒന്നും കഴിക്കരുത്, അവർ ഞങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടല്ലോ, തൊടിയിലോ, ഇതൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ എന്നിട്ട് വന്ന് പഠിപ്പിക്കുന്നതിൻ്റെ കാരണം അങ്ങനെ കുറേ കാശ് കിട്ടില്ലെന്ന് വെച്ച് വരുന്നത് പഠിപ്പിക്കാനായിട്ട് വന്നപ്പോൾ, അപ്പോൾ അവിടെ താമസിച്ച് പഠിപ്പിക്കുകയായിരുന്നു അമ്മയെ. വീട്ടിൽ താമസിച്ച്, വീട്ടിൽ പുള്ളി താമസിക്കാനായിട്ട് ഒരു പുള്ളിക്ക് ആഹാരം പാചകം ചെയ്യാനായിട്ട് വേറൊരു ബ്രാഹ്മണനെ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു, ഇയാൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ എന്നിട്ട് പ്രത്യേക ഒരു സ്ഥലം പുള്ളിക്ക് താമസിക്കാനായിട്ട് ഉണ്ടാക്കിയതെല്ലാം ഉണ്ട്, ഓൾറെഡി ഇറ്റ് വാസ് ദെയർ. ഒരു കുളപ്പുര പോലെ അതിനകത്തിലായിരുന്നു പുള്ളി ആഹാരം കഴിക്കുന്നതും. അതുമായിട്ട് വന്ന് പാട്ട് മാത്രം ഇവിടെ വന്ന് പഠിപ്പിക്കും. അങ്ങനെയായിരുന്നു അമ്മ ഇത് പഠിച്ചത്. പിന്നെ വയലിനും അതുമൊക്കെ ആര് പഠിപ്പിച്ചതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ വയ്യ. വയലിനും പിന്നെ ഇതും ഈ ഹാർമോണിയം, അത് രണ്ടും ആര് പഠിപ്പിച്ചെന്ന് അറിയാൻ വയ്യ. പിന്നെ സംസ്കൃതം നല്ല പാണ്ഡിത്യമായിരുന്നു, സംസ്കൃതത്തിൽ നല്ല അറിവായിരുന്നു എല്ലാം. അത് ആ സംസ്കൃതം ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്, പത്മരാജനും പഠിച്ചിട്ടുണ്ട്. അത് പഠിപ്പിച്ച പിന്നെ അവിടെ ഞങ്ങളുടെ നാട്ടിൽ മുതുകുളത്ത് വലിയ മഹാപണ്ഡിതനുണ്ടായിരുന്നു, തമിഴ് ഒരു ചേപ്പാട്ട് അച്യുതവാരൻ പറഞ്ഞിട്ട്. പഴയ ഈ മംഗളോദയത്തിൻ്റെയൊക്കെ ഭാഗവതവും ഇതുമൊക്കെ ഇല്ലേ, രാമായണമൊക്കെ, അതിൻ്റെയൊക്കെ മുമ്പിൽ വായിച്ചാൽ നോക്കിയാൽ കാണാം പരിശോധകൻ ചേപ്പാട്ട് അച്യുതവാര്യർ. അത് എന്നുവെച്ചാൽ ഈ സാധനം പരിശോധിച്ച് കറക്റ്റ് ചെയ്യുന്ന ആളായിരുന്നു ഈ ചേപ്പാട്ട് അച്യുതവാര്യർ. മഹാപണ്ഡിതനായിരുന്നു, സംസ്കൃതം നല്ല വലിയ പണ്ട്, പക്ഷേ ശുദ്ധനായ മനുഷ്യനുമായിരുന്നു. അങ്ങനെ അദ്ദേഹമാണ് രായമാനം പഠിപ്പിച്ചത്. രായമാനം പഠിച്ചിട്ടുണ്ട്, സംസ്കൃതം നന്നായിട്ടറിയാം. അത് ഈ സാഹിത്യത്തിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്, സംസ്കൃതത്തിലുള്ള അറിവ്. എന്നുവെച്ചാൽ ഈ ബേസിക്കായിട്ട് നമ്മുടെ ക്ലാസിക്സ് മുഴുവൻ സംസ്കൃതത്തിലാണല്ലോ. കാളിദാസനായുള്ള സംസ്കൃതത്തിലല്ലേ എഴുതിയത്. ഇതൊക്കെ സംസ്കൃതത്തിൽ തന്നെ അദ്ദേഹം അറിയാമായിരുന്നു. അങ്ങനെ ബേസിക്കായിട്ട് സംസ്കൃതം പഠിച്ചത് കാരണം അതുപോലെ ആ ഒരു ബേസ് കിട്ടി. അത് ഈ എഴുത്തിനെയൊക്കെ വളരെയധികം സഹായിച്ച കാര്യങ്ങളാണ്. ബാല്യത്തെ പറ്റി പറയുമ്പോൾ പിന്നെ സിനിമയിലുള്ള വേർതിരിവ്, ഈ ആക്ടേഴ്സിനുള്ള വേർതിരിവ്, ശിവാജി ഗണേശനുമായിട്ടുള്ള താല്പര്യം, ഇതൊക്കെ ഒരുമാതിരി സെൻസിബിലിറ്റിയുടെ പ്രശ്നമാണ്. കാരണം ഇത് ഈ എങ്ങനെയാണോ കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളതിൻ്റെ വ്യത്യാസം പുള്ളിക്കുണ്ടായിരുന്നതല്ലേ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഫിലോസോഫിക്കലായിരുന്ന ആൾ, വളരെ ഹൈലി ഫിലോസോഫിക്കലായിരുന്നു. ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ പിന്നെ ഇതൊക്കെ കണ്ടത്തിലൊക്കെ ഇരിക്കുമ്പോഴേ ജോലി ചെയ്യാനൊക്കെ അവിടെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ നന്മതിന്മകളുടെ ഒരു പിന്തുടർച്ച ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പിന്തുടർച്ചാവകാശം ഉണ്ടല്ലോ നമുക്ക്, വസ്തുക്കളുടെ സ്ഥലങ്ങൾക്കൊക്കെ ഒരു പിന്തുടർച്ച ആവശ്യമുണ്ടല്ലോ. ഈ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്ഥലങ്ങൾ നമുക്ക് കിട്ടുമല്ലോ ഇങ്ങനെ പിന്തുടർച്ചയായിട്ട്. അങ്ങനെ അതുപോലെ മനുഷ്യൻ്റെ നന്മതിന്മകൾക്ക് ഒരു പിന്തുടർച്ച അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ നന്മയുടെയും തിന്മയുടെയും അവകാശമാണ് അയാളുടെ കുട്ടി. അതിനൊരു പിന്തുടർച്ച അവകാശം അതിൻ്റെ മറ്റേ അവകാശം പോലെ തന്നെ ഉണ്ട്. അത് പുള്ളി പറയുമായിരുന്നു. ഭയങ്കര അതൊക്കെ വളരെ ഒരു പിന്നെ കൊച്ചിലെ പറയുന്ന കാര്യങ്ങളതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു പിന്നെ 8-10 വയസ്സൊക്കെ ഉള്ളത് പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ നിന്ന്. ഞാനിപ്പോൾ ഇച്ചിരി പിന്നെ ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് ഇച്ചിരി കമ്മ്യൂണിസമൊക്കെ വന്നു. ഈ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഈ സ്റ്റുഡൻസ് യൂണിയൻ SFI എന്നൊക്കെ പറഞ്ഞതൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. നമുക്ക് മനസ്സിൽ വന്നു എല്ലാവരും ഒരുപോലെ എന്ത് നല്ലതാണെന്നൊക്കെ മനസ്സിലൊരു ഇത് വരുമല്ലോ ആ ഒരു ഏജിൽ, അഡോളസൻ്റ് ഏജല്ലേ. അപ്പോൾ അതിൽ അന്നേരം തോന്നുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഞാനിത് അത് കുറച്ച് വായിക്കുകയൊക്കെ ചെയ്തു. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസവും ഇതൊക്കെ വായിച്ചിട്ട് ഇച്ചിരി ഞാനൊരു ഇതിനെപ്പറ്റിയൊക്കെ പുള്ളിയോട് സംസാരിക്കുമായിരുന്നു, ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽ. ആ പുള്ളിക്ക് പക്ഷേ അതിലൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു, അന്നും ഇല്ലായിരുന്നു. ഈ
അന്ന് തന്നെ പറയുമായിരുന്നു അതൊന്നും നടക്കുന്ന കാര്യങ്ങളാണ്, ഉട്ടോപ്യൻ ചിന്താഗതികളാണ് എന്ന് പുള്ളി പറയുമായിരുന്നു. ഇതിലൊക്കെ ഓരോ മനുഷ്യനും ഡിഫറൻ്റാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കുറേ കൂടെ എന്തോ പറയണ്ടേ, എനിക്കറിയാൻ വയ്യ ആഴമുള്ളതാണ് എന്താ, കുറേ കൂടെ ഡിഫറൻ്റായ ചിന്താഗതിയായിരുന്നു ഇതിലൊക്കെ. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണെന്ന് പറയുമായിരുന്നു. അത് അതൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്, ഓരോരുത്തരും വ്യത്യസ്തരാണ്. അതുപോലെ ഓരോരുത്തരുടെ ഒരാളുടെ തെറ്റുകുറ്റങ്ങൾ മാത്രം കണ്ട അയാളെ വിലയിരുത്തരുത്, അങ്ങനെ മനുഷ്യനില്ലെന്നാണ് പറയുന്നത്. പുള്ളി അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഒരു തെറ്റ് മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനും ഇല്ല. അങ്ങനെ നമ്മൾ തമിഴ് സിനിമയിലെ കാണുന്ന വില്ലന്മാരുടെ കൂട്ട് വില്ലന്മാരായിട്ട് മാത്രം ആരുമില്ല, എല്ലാവരിലും നന്മയുണ്ട്. നന്മയുടെയും തിന്മയുടെയും കൂടെ ഒരു സങ്കലനമാണ് മനുഷ്യ മനസ്സ് എന്നുള്ളൊരു ഫിലോസഫി ഉണ്ടായിരുന്നു പുള്ളിക്ക്. അത് പറയുകയും ചെയ്യുമായിരുന്നു. അതിന് പുള്ളിക്കൊരു പിന്നെ ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു എന്താ പറയുക, ഹിപ്പോക്രസി ഒട്ടുമില്ലാത്ത മനുഷ്യനാണ്, നമ്മൾ പറയത്തില്ലേ, അത് ഒട്ടുമില്ല, ഹിപ്പോക്രസി ഒട്ടുമില്ലായിരുന്നു. ഒരാൾ എന്ത് കാര്യം പുള്ളി വെട്ടി തുറന്ന് പറയാം. എനിക്ക് തന്നെ എന്ത് കാര്യം വെട്ടി തുറന്ന് പറയാമായിരുന്നു. നമ്മൾ ശരിക്കൊരു പിന്നെ ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ എന്ത് കാര്യം പുള്ളിയോട് സംശയം ചോദിക്കാൻ പറ്റും, എന്ത് കാര്യം വെട്ടി തുറന്നത്, എന്ത് കാര്യം അങ്ങനെ തുറന്ന മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. എല്ലാം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും ഗുണങ്ങളും ഉണ്ടായിരുന്നു പുള്ളിക്ക്. അത് സാധാരണ ഒന്നും കാണുന്ന കാര്യങ്ങളല്ല. എന്ത് കാര്യം തുറന്ന് പറയാം, നമുക്ക് എന്ത് കാര്യത്തിൽ സംശയം ചോദിക്കാം. അതൊന്നും എല്ലാവരും ഒരു അമ്മാവനും അനന്തരവനും എന്നുള്ള ഇതൊന്നുമില്ല. നേരം ചോദിക്കുമ്പോഴും മറുപടി പറയുമ്പോഴും ഇല്ല. മറുപടി കഴിയുമ്പോൾ പുള്ളി ചില ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യത്തിൽ അതില്ല നമ്മളോട് തിരിച്ച്. അതൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. തിരിച്ചിങ്ങോട്ട് ചോദിക്കും, ഇങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്ന്. ആ ചോദ്യങ്ങൾ ഒരിക്കലും ഒരു അമ്മാവൻ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, ഒരു സുഹൃത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ വളരെ വ്യത്യസ്തനായിരുന്നു. ഒരു ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ അല്ലായിരുന്നു. തകര എന്ന് പറയുന്ന സിനിമയിലേക്കാരെ 2-3 പേരെ ഒന്നിച്ച് യോജിപ്പിച്ചെടുത്തതാണ് തകര, ഒരാളല്ല. അതിൽ പിന്നെ ആ പേര് അന്നുണ്ടായിരുന്ന ഒരാളിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. അത് ഒരാൾക്കൊരു ഇരട്ട പേരുണ്ടായിരുന്നു, ചീരാന്ന്, ശിവരാമൻ എന്ന അയാളുടെ പേര് അന്നുണ്ടായിരുന്നത്. അയാളുടെ ഇരട്ട പേരിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ഈ തകര എന്നുള്ള പേര് തോന്നിയത്. തകര ഒരു ചെടിയാണല്ലോ, ആർക്കും ആവശ്യമില്ലാത്തൊരു ചെടിയാണല്ലോ തകര. ആ പേര് ചിലപ്പോൾ തോന്നിയത് അതിൽ നിന്നായിരിക്കാം. പക്ഷേ ആ ക്യാരക്ടർ വന്നത് 2 പേരിൽ നിന്നാണ്. ഈ നാക്കിന് കൊഞ്ഞുകൾ ഒരുത്തുന്നുണ്ടായിരുന്നു, നാക്ക് തിരിയാത്ത. അതിനകത്തിലെ ഈ സിനിമയ്ക്കകത്തിലെ ഇയാൾ സംസാരിക്കുന്നില്ലേ എപ്പോഴും ഇങ്ങനെ, ഒരു പ്രതാപോത്തൻ്റെ സംസാരം ഒരുമാതിരി നാക്ക് തിരിയാത്ത രീതിയിലുള്ള ആ സംസാരം സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അതുപോലെ സംസാരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അവിടെ. അയാളുടെ പേര് ഞാനിപ്പോൾ അങ്ങോട്ട് മറന്നുപോയി, എന്തോ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാളിൽ നിന്നാണ് ആ നാക്കിൻ്റെ ആ ഒരു കുഞ്ഞ വന്നത്. അതേപോലെ അവിടെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ മകനുണ്ടായിരുന്നു, മനോഹരൻ എന്ന് പറഞ്ഞിട്ട്. ആ മനോഹരിൽ നിന്നാണ് ആ തകരയുടെ ക്യാരക്ടർ വന്നത്. അതിൽ ഒരു ശുദ്ധനാണല്ലോ തകര. ഒരു മെൻ്റലി മാനസികമായിട്ടൊരു ശുദ്ധനാണ്. ഒരു എല്ലാ കാര്യങ്ങളും അയാൾ ശുദ്ധനാണ്, വെറും ഒരു ശുദ്ധനാണ്. ഈ മറ്റേ ഇവരുടെ സുഹാസിൻ്റെ ഇവരുടെ എന്താ സുഭാഷിണിയുടെ അടുത്ത് സംശയങ്ങളെ ചോദിക്കുന്നുണ്ടല്ലോ പുള്ളി, സുഭാഷിണി എന്നൊക്കെ പറയാം സംസാരത്തിന്. ആ രീതി 2 ക്യാരക്ടേഴ്സ് ചേർത്തിട്ടാണ് പുള്ളി ആ തകര ഉണ്ടാക്കിയത്. ആ ക്യാരക്ടർ ഉണ്ടാക്കി, ഈ ബാലനും പിന്നെ മനോഹരൻ ഈ പറഞ്ഞ പോലെ ഒരു മണ്ടനായിരുന്നു. ആ 2 ക്യാരക്ടേഴ്സ് ചേർത്താണ് ഉണ്ടാക്കിയത്, അതിൻ്റെ തകര ഉണ്ടാക്കിയത്. അതുപോലെ കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഒരാളല്ല, പലരുടെയും പല ഇതും കൂടി ചേർത്തിട്ടാണ് ഫുൾ ക്യാരക്ടർ ഉണ്ടാക്കുന്നത് അതിൽ. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, എല്ലാം പറഞ്ഞല്ലോ. മ്യൂസിക്കിൻ്റെ സംഗീതം വീട്ടിലുണ്ടായിരുന്നതാണ്. പുള്ളിയും പാടുമായിരുന്നു, നന്നായിട്ട് പാടുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ പാട്ടിലേക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു മൃദംഗത്തിലേക്ക് പോയി. അതിന് ശേഷം എനിക്ക് മറ്റ് പല ഇൻസ്ട്രുമെൻറ്റ്സും വായിക്കാൻ അറിയാമായിരുന്നു എനിക്ക്. ഇപ്പോൾ ഒന്നുമില്ല, ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ അറിയാമായിരുന്നു. അതായത് ഇതില്ലേ നമ്മൾ ബുൾബുൾ, അത് ഞാൻ നല്ലോണം വായിക്കുമായിരുന്നു. ഈ പാട്ടുകളൊക്കെ ഹിന്ദി പാട്ടുകളും മലയാളം പാട്ടുകളും എല്ലാം വായിക്കുമായിരുന്നു. ഈ ബുൾബുൾ അത് പഠിപ്പിച്ചതല്ല, ഞാൻ സ്വയം പഠിച്ചെടുത്തതായിരുന്നു. അപ്പോൾ അത് എവിടെയോ ഉണ്ട്, സംഗീതമുണ്ട്, ഞങ്ങളിലൊക്കെ ഉണ്ട്. പുള്ളിയിൽ വളരെ കൂടുതലുണ്ടായിരുന്നു. ആ പുള്ളി മ്യൂസിക് ചെയ്തിട്ടുണ്ട്, അതല്ലേ പറഞ്ഞു, മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുണ്ട് പുള്ളി. അതായത് പിന്നെ പിന്നെ തമ്പിച്ചാനല്ലേ, മറ്റേ ശ്രീകുമാരൻ തമ്പിച്ചാൻ,
ശ്രീമാനന്ദപിച്ചേട്ടൻ്റെ ഒരു പാട്ട് പുള്ളി മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഒരു പണ്ട് ഒരു നാട്ടിലൊരു YMA എന്ന് പറഞ്ഞ യങ് മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലബിന് വേണ്ടിയിട്ട് ഒരു നാടകത്തിന് വേണ്ടി പാട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പാടിയത് ഈ ശ്രീലതയായിരുന്നു തോന്നുന്നു. ഈ നടിയുണ്ടല്ലോ, സിനിമാ നടി, അവരായിരുന്നു എനിക്ക് തോന്നുന്നത് അന്ന് പാടിയത്. എനിക്ക് ഓർമ്മയില്ല, ശരിക്കും ഓർമ്മയില്ല, ആണെന്ന് എൻ്റെ ഓർമ്മ. ഈ പാട്ട് ചെയ്തിട്ടുണ്ട്. എന്താ എൻ്റെ കരികളൊക്കെ മറന്നുപോയി. ശ്രീമാനന്ദമ്പേടെ ആയിരുന്നു ലൈൻസ്. നല്ല പാട്ടായിരുന്നു അതിൻ്റെ. അങ്ങനെ അതിലും പുള്ളി ഒരു ടാലൻറ്റ് കാണിച്ചിട്ടുണ്ട് മ്യൂസിക് ഡയറക്ഷനിലും. രാധാകൃഷ്ണൻ എപ്പോഴും പറയും, രാധാകൃഷ്ണൻ വലിയ ഫ്രണ്ടായിരുന്നല്ലോ. MG രാധാകൃഷ്ണൻ വലിയ ഫ്രണ്ടായിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. അയാളുടെ റേഡിയോയിലായിരുന്നല്ലോ രാധാകൃഷ്ണന്. അപ്പോൾ പുള്ളിയായിട്ട് വളരെ അടുപ്പമായിരുന്നു. അന്നത്തെ ഏറ്റവും അടുപ്പമുള്ള ആളുകളിലൊന്ന് രാധാകൃഷ്ണനായിരുന്നു. അവിടെ നമ്മൾ താമസിച്ച സ്ഥലത്തൊക്കെ എപ്പോഴും വരുന്ന ആളായിരുന്നു. ഞാൻ പുള്ളിയുടെ കഥകളൊക്കെ ഇംഗ്ലീഷിലാക്കിയ ഒരു പ്രതാപവർമ്മ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലാക്കിയിട്ടുണ്ട് കഥകൾ, രായമൻ്റെ എല്ലാ ചെറുകഥകൾ ഇംഗ്ലീഷിലാക്കിയൊരു പ്രതാപവർമ്മ. അദ്ദേഹം ന്യൂസ് റീഡറായിരുന്നു ഇതിൽ, ആകാശവാണിയിൽ. സത്രത്തിലൊരു രാത്രിയുടെ കാര്യം പറഞ്ഞത് അത് തൃശ്ശൂർ എവിടെയോ നടന്നൊരു സംഭവമാണ് വന്ന്. അത് ചെറിയ ലോക്കൽ പേപ്പറിൽ വന്നിരുന്നു. അതിൽ നിന്നാണ് കഥ ഉണ്ടായത്. പക്ഷേ അതിൽ സിനിമയായപ്പോഴാ കഥയിൽ നിന്ന്, കഥയുടെ പേര് അമൃതത്തിൽ നിന്നായിരുന്നു. അത് സിനിമയാക്കിയപ്പോഴാണ് സത്രത്തിലൊരു രാത്രിയായത്. സത്രത്തിലൊരു രാത്രിയിലെ ഒരു ബേസിക്കായിട്ട് അതിനകത്തിലെ സോമനും സുകുമാരനുമായിരുന്നു അഭിനയിച്ചിരുന്നത്. അപ്പം അതിൽ പുള്ളി സ്ക്രിപ്റ്റിൽ ചില പടം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റിൽ പെട്ടെന്ന് ഇത് എഴുതി കൂട്ടി, പെട്ടെന്ന് ചില വ്യത്യാസങ്ങൾ വരുത്തി. പക്ഷേ അത് ഈ എഴുതി വരുത്തിയ വ്യത്യാസങ്ങൾ സുകുമാരന് ഭയങ്കര കയ്യടി നേടിക്കൊടുത്തു. അതെനിക്ക് ഓർമ്മയുണ്ട്. തിയേറ്ററിൽ ചെറിയ വ്യത്യാസമായിരുന്നു അത്. എന്തോ ഒരു ഒരു ചെറിയ പാട്ട് പോലെ എന്തോ ഒരു സംഭവമായിരുന്നത്. ഇവർ രണ്ടുപേരും അതിനകത്തിലെ ഇത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിരുന്നു. അപ്പോൾ അവരുടെ പരസ്പര സംഭാഷണത്തിൽ ഏതോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി വേണ്ട വേണ്ട വെണ്ടയ്ക്ക സാമ്പാർ വേണ്ട എങ്കിൽ കൂട്ടണ്ട എന്ന് പറഞ്ഞൊരു ഡയലോഗ്, ഭയങ്കര ചിരിയും കയ്യടിയായിരുന്നു തിയേറ്ററിൽ. അതിന് സുകുമാരെന്ന് പറഞ്ഞത് അത് വേറൊരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് ചെയ്ത്. ആ കഥ അറിയാമല്ലോ അതിൻ്റെ. ഒരു പെൺകുട്ടിയെ 2-3 പേരെ ഒന്നിച്ച് മുതലേക്കുന്നൊരു കഥയാണത്. അപ്പോൾ അത് നടന്ന സംഭവമാണത് തൃശ്ശൂർ ഏതോ ഒരു ഹോട്ടലിൽ. അന്ന് എനിക്ക് വ്യക്തമായിട്ടൊന്നും ഓർമ്മയില്ല അതിൻ്റെ കഥകൾ, പക്ഷേ ഈ സംഭവം നടന്നതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കഥയുണ്ടായത്. പിന്നെ ഞാൻ എറണാകുളത്തായിരുന്നു. പുള്ളി മരിക്കുന്ന സമയത്ത് ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുമായിരുന്നു. എറണാകുളത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ എറണാകുളത്ത് ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ അമ്മാനെ വിളിച്ചായിരുന്നു. വിളിച്ചപ്പം പിന്നെ എന്നോട് അന്നേരം കുറേ സംസാരിച്ച് കാര്യങ്ങളൊക്കെ, സിനിമയുടെ കാര്യം അതും ഇതൊക്കെ പറഞ്ഞായിരുന്നു. എന്താണ് ഞാൻ ചിലപ്പോൾ കളിയാക്കുമായിരുന്നു. എനിക്ക് ചില ഉടുപ്പൊക്കെ തരും, അല്ലെ ഇതൊക്കെ എന്താ പുള്ളിയും വള്ളിയൊക്കെ ഉള്ളത്. ഞാൻ അപ്പോൾ പറയും ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോൾ രായമേനൊക്കെ ഇട്ട് നടക്കാം, പക്ഷേ എനിക്കൊന്നും ഇട്ട് നടക്കാവത്തില്ല, ഞാൻ വേറൊരു ഫോണിലിരിക്കുന്ന ആളാണ്, മറ്റേ ആളുകളൊന്നും പറയത്തില്ല, മറ്റേ ആളുകളെല്ലാം നോക്കിച്ചിരിക്കും എന്നൊക്കെ പറയുമായിരുന്നു. അതൊന്നും ഇല്ലടാ നീ കിട്ടാതെ പറഞ്ഞ് ഉടുപ്പുകൾ തരുമായിരുന്നു. പണ്ടൊക്കെ എനിക്ക് ഒരുപാട് ഉടുപ്പുകൾ തരുമായിരുന്നു. അപ്പോൾ ഈ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇതുപോലെ ഈ സിനിമയുടെ കാര്യം പറഞ്ഞാൽ എന്നോട് പറഞ്ഞു എനിക്കെന്തോ ഇത് സിനിമയൊക്കെ നിർത്തണം, എനിക്ക് വീണ്ടും എഴുതണം, ഇതൊക്കെ അന്ന് ഫോണിൽ പറഞ്ഞായിരുന്നു. വളരെ എനിക്ക് എഴുതണം, ഇത് എനിക്കങ്ങ് മടുത്തു ഇവന്മാരുടെ കൂടെ ഈ കളി ഇതൊക്കെ പറഞ്ഞായിരുന്നു. എന്താ സിനിമയെപ്പറ്റി അത്ര വലിയൊരു അഭിപ്രായം പുള്ളിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. അതൊരു പുള്ളി ഇതുപോലെയൊക്കെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പുള്ളിക്ക് വന്നു വെട്ട ഒരു ഈ ഈസ് എ റൈറ്റർ, ബേസിക്കലി മഹാനായ ഒരു എഴുത്തുകാരനായിരുന്നു. ഇതൊന്നും അല്ല പുള്ളിയിൽ നിന്ന് വരാനുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ടായിരുന്നു, പക്ഷെ പോയി. വലിയ എഴുത്തുകാരനായിരുന്നു. അതല്ല ഈ വലിയ എഴുത്തുകാരനായിരുന്നതിൻ്റെ ഉദാഹരണം ഹെമിംഗേ വരെ പുള്ളി ഒഴിവേ കോപ്പി അടിച്ചത് പറഞ്ഞില്ലേ പുള്ളിയുടെ കഥയ്ക്ക്. അതൊക്കെ തെളിവുകളാണ്. പുള്ളിയുടെ റൈറ്റിംഗ് ടാലൻറ്റിൻ്റെ തെളിവാണ് സത്യം പറഞ്ഞാൽ. പലരും ഇങ്ങനെ പലതും പറയണമെന്നുണ്ടെങ്കിൽ അതായത് എഴുത്തുകാരൻ്റെ കഴിവിൻ്റെ അക്സെപ്റ്റൻസാണ് ശരിക്കും അത് കാണുന്നത്.